ഗൈസ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഒപ്റ്റിസോഡ് എന്ന് പറഞ്ഞ AI വെബ്സൈറ്റാണ് നിൽക്കുന്നത്. സോ ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗം എന്ന് വെച്ചാൽ നമുക്ക് AI യൂസ് ചെയ്തുകൊണ്ട് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അതിനകത്തുള്ള ഒരു മെയിൻ ഫീച്ചറാണ് AI ആർട്ടിക്കിൾ റൈറ്റർ. ഈ ഒരു ഫീച്ചറിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മളൊരു ടോപ്പിക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുള്ള ആർട്ടിക്കിൾ അതൊരു ജനറേറ്റ് ആക്കി തരുന്നതാണ്. സോ AI ആൻഡ് ഇറ്റ്സ് യൂസസ് എന്ന് ഞാനൊരു ടോപ്പിക്ക് ചുമ്മാ കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ജനറേറ്റ് ഐഡിയാസ്. ആദ്യം ചെയ്യുന്നത് ഐഡിയാസ് ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് വേണ്ട നല്ല കുറേ ഐഡിയാസ് ഇപ്പം താഴെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഐഡിയാസിനെ ബേസ് ചെയ്ത് നമുക്ക് ഏത് വേണമെന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ജനറേറ്റ് ഔട്ട്ലൈൻ. ഒരു ആർട്ടിക്കിൾ എഴുതാനുള്ള ഔട്ട്ലൈനാണ് ജനറേറ്റ് ചെയ്ത് തരുന്നത്. സോ അത് ജനറേറ്റ് ചെയ്ത് നമുക്ക് കുറേ ഔട്ട്ലൈൻസ് തരും. സോ ഇതിനകത്ത് നമുക്ക് ഏതാണ് വേണ്ടത് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടോക്കിംഗ് പോയിൻറ്റ്സ് ആണ്. ആ ഔട്ട്ലൈൻ വെച്ചിട്ട് ടോക്കിംഗ് പോയിൻറ്റ്സ് ഉണ്ടാക്കുകയാണ്. സോ ഈ ഒരു പ്രോസസ്സ് കുറച്ച് സമയമെടുക്കും. ടോക്കിംഗ് പോയിൻറ്റ്സ് നമുക്ക് ഇവിടെ ജനറേറ്റ് ആയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ടോക്കിംഗ് പോയിൻറ്റ്സ് നമുക്ക് എഡിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. സോ ടോക്കിംഗ് പോയിൻറ്റ്സ് ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് താഴോട്ട് വരുമ്പോൾ കുറേ ടോക്കിംഗ് പോയിൻറ്റ്സ് കാണാം. നമുക്ക് സ്വന്തമായിട്ട് ടോക്കിംഗ് പോയിൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് സ്റ്റെപ്പ്. സോ അങ്ങനെ ക്ലിക്ക് ചെയ്ത് സോ ഇതാ സുഹൃത്തുക്കളെ, നമ്മളൊരു AI ജനറേറ്റഡ് ആയിട്ടുള്ള ഫുൾ ഫ്ലെഡ്ജ് ആർട്ടിക്കിൾ ഇത് ഇവിടെ ജനറേറ്റ് ആയി കഴിഞ്ഞു. സോ ഇവിടെ ജനറേറ്റ്